എടുക്ക്, എല്ലാം എടുക്ക്, അതിലുള്ള എല്ലാം കോപ്പി കാണ്. എടാ ഇതിലുള്ള എടുക്കൂടാ ഞാൻ. ഗായ്സ്, അങ്ങനെ നമ്മള് ഇന്ന് രാവിലെ കുറച്ച് നമ്മള് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഷൂട്ടുകളും കാര്യങ്ങളും ചെയ്തു കേട്ടോ. അതാണ് നിങ്ങളിപ്പോൾ ജസ്റ്റ് കണ്ടത്. രസമാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കൂടെ എക്സ്പ്രസ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ആക്ച്വലി ഫ്രീ ആണ്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഫിഫി ഐലൻഡിൽ പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഫ്രീ ആക്കി. എന്നിട്ട് ഹായ്, അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളിന്ന് എവിടെ പോവാ? നമ്മൾ ഷോപ്പിങ്ങിന് പോവാ. അതെ, ഇന്ന് നമ്മൾ ഒരു മാളിൽ പോവാ കേട്ടോ. ഇന്നലെ നമ്മൾ ബംഗ്ലാ മാർക്കിൻ്റെ അടുത്തൊരു മാള് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശക്കുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കാന്ന് വെച്ചാൽ പച്ച മീനും ഇതൊക്കെ കഴിച്ച് നമുക്ക് മടുത്ത് കേട്ടോ. ഇനി എന്തായാലും ഒരു ബർഗറെങ്കിലും ചോറും പുളിശ്ശേരി മീൻകറി മന്തി. അപ്പോൾ ഇന്ന് നമ്മൾ അതിന് വേണ്ടി പോവാം. നാളെ ഫിഫി ഐലൻഡാണ് കേട്ടോ. അപ്പോൾ അത് പാക്കേജിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ അതിന് വേണ്ടിയിട്ട് പോകും. അത് കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ ഫ്ലൈറ്റാണ്. അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ബംഗ്ലാ മാർക്കറ്റിലുള്ള മാളിലേക്ക് പോവാം. എൻ്റെ വണ്ടിപ്പിരാന്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ബൈക്കുകളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വണ്ടികൾ നമുക്ക് നോക്കാം. ഇത് മിയോ 125 RR 125 cc ഉള്ള വണ്ടി കേട്ടോ. ഇത് യമഹയുടെ വണ്ടിയാണ്. എന്തോ കളറൊക്കെ അടിച്ചതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഓറഞ്ച് കളറിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് എയറോക്സ് യമഹയുടെ. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെ വരാൻ പോകുന്നതൊക്കെ ന്യൂസ് ഉണ്ട്. ഇത് ഉണ്ടോ എന്നും അറിയില്ല കേട്ടോ. പിന്നെ PCX, ഇത് ഹോണ്ടയുടെ വണ്ടി കേട്ടോ. ഇങ്ങനത്തെ സ്കൂട്ടർ ബൈക്ക് സാധനങ്ങൾ ഇവിടെ കൂടുതലുള്ളത്. സ്കൂട്ടർ ബൈക്സ് വേവ് ഇത് ഹോണ്ടയുടെ ആണെന്ന് തോന്നുന്നു. ഇത് സ്കൂവേ കൾട്ടോൾ ഉണ്ടോ. ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടോ. ലൈക്ക് എന്തോ വെരിഫിക്കേഷൻ പോലത്തെ സാധനം ഒന്നോ. ഇതൊക്കെ കേട്ടോ ഇവിടുത്തെ വണ്ടികൾ. നമ്മളിവിടെ ഒരു കഫേയിൽ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതിൻ്റെ ടോപ്പ് കണ്ടോ, മൊത്തം ഈ ഫ്ലോറലും ഉണ്ട് അല്ലെങ്കിൽ നല്ല രസമാണ് കേട്ടോ. യെസ്, ഇതിനകം അടിപൊളി രസമാണ് കേട്ടോ. അതിപ്പോൾ കാണിച്ചു തരുന്നതൊക്കെ അടിപൊളിയാ. മൊത്തം ഫ്ലോറലുണ്ടോ, അടിപൊളിയായിട്ട് ചെയ്തിട്ടേക്കണേ. ഓർഡർ ചെയ്തിട്ട് പോയിട്ട് അപ്പോൾ ഓർഡർ ചെയ്യാം. നോക്കുന്നേ ഓരോരുത്തർ ഓരോന്നോ എല്ലാം ഒന്നല്ലേ.
ഓ ഒരു സാധനം. ആ ബാത്ത് നോക്കണേ എത്രയാണോ സ്ഥലത്തിന്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട്. പിങ്ക് കളർ പെയിന്റ് അടിച്ചാണോ മ്യൂസിക്? എന്ത് രസമാന്ന് നോക്കി ഇതിനകത്ത് മൊത്തം ഫ്ലോറല്ലേ ഉണ്ടോ. 4 മിൽക്ക് ഷേക്ക് കുടിക്കാൻ എത്രയും സെറ്റപ്പ്. എടാ നീ അതിനെ തിരിയടാ. ആ വില്ല എത്ര ഭാഗത്താ? ഇതല്ലല്ലോ നമ്മുടെ ഞാൻ കാർഡ് വേണ്ട, ഇവിടെ ക്യാഷ് കൊടുക്കാമല്ലോ. എന്റെ ഭാഗത്ത് കുറച്ചേ ഉള്ളൂ. സ്പെൻഡ് ചെയ്താ ഞാൻ കൊടുക്കാം. അയ്യോ നോക്കിയേ, നമുക്ക് ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് മൊത്തം ഫ്ലോറല്ല കേട്ടോ. എന്ത് കാശേക്കാണത്. അയ്യോ വയസ്സ് നോക്കിയേ, അടിപൊളിയല്ലേ. ഞങ്ങളങ്ങനെ ഒരു ഡ്രിങ്ക്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടേ നമ്മളിവിടെ സെറ്റിലായിട്ട് അവരിവിടെ ഇരുന്ന് കുടിച്ചോണ്ടിരിക്കുക. അങ്ങോട്ട് പോകാം. ഞാനൊരു കോക്കനട്ട് ഷേക്ക് ആയിട്ട് ഓർഡർ ചെയ്തേ, അവർ മാംഗോ ആയി ഓർഡർ ചെയ്തേ. അടിച്ചു വിടുക. എങ്ങനെ ഉണ്ടാ? ഒറിജിനൽ ഒതന്റിക് മാംഗോ ഷേക്ക്. റിവ്യൂ പറ. ചാത്തനാണ്. എങ്ങനെയുണ്ട്? നീ വേറെ ആണോ? വെറും ബെറി മാത്രം അടിച്ചു വന്നേക്കാം. ഇത് നാട്ടിൽ കിട്ടും പോലെ അല്ല. കോക്കനട്ട് നാട്ടിൽ കുടിക്കും പോലെ അല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാല്ലേ? എനിക്ക് ടാങ്കി ഫ്ലേവർ ആണ്. സെറ്റ് സാധനം. എന്റെ മോനെ അയ്യോ കിടു. പോലീസ് അതാ കറക്റ്റ് ആ വാനില ഫ്ലേവർ വരുന്നു. ആ മണി ഇങ്ങ തന്നേക്ക്. ഓക്കെ നമ്മളെവിടെ പോയാലും അങ്ങനെ. ഞാൻ ഓർഡർ ചെയ്ത സാധനം മിണ്ടരുത്. ഞാൻ ഓർഡർ ചെയ്ത പിസ്സ. അപ്പൊ ടെൻഡർ രക്ഷപ്പെട്ടു. മാംഗോ കുഴപ്പമില്ല. മാംഗോ ടേസ്റ്റ് ആണല്ലോ. ബെറിയുടെ വെറുതെ അവന് പക്ഷെ ഇഷ്ടമായി. അതുകൊണ്ട് കുഴപ്പമില്ല. ബെറി കൊള്ളാമോ? തീർന്നോ? ഞാൻ ഒരു ഷോട്ട് എടുത്തിട്ടില്ല. നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അവിടെ അടിപൊളി രസം കേട്ടോ, ഫ്ലോറൽ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഈ ഫുക്കറ്റ് ടൗണിലെ വേറൊരു ഫുഡ് സ്പോട്ട് തൊട്ടപ്പുറത്തുണ്ട്. അപ്പം അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് ഗോപി ഇഷ്ടം പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അവർ ബേക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല വൈബ് കേട്ടോ, രസവും. ഇവിടെ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിറയെ കടകളുണ്ട്. നമുക്ക് നിന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. ഒരുപാട് തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കെന്നാ ഒരു ഫ്ലോയിൽ ഇങ്ങനെ അങ്ങ് പോകാനും പറ്റും. നല്ല രസമുണ്ട്. മാംഗോ എവിടെ? ഏത്? അത് കാണാൻ രസമുള്ളതുകൊണ്ടായിരിക്കും. കാണാനുള്ള രസമായിരിക്കും. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ടോ ഇവിടെ വാങ്ങിക്കാനൊക്കെ?
30 മീറ്റർ ആയില്ലേടാ അതുവരെ. ഹലോ ഫുക്കറ്റ്. എവിടെ സൗദി കേൾക്കുന്നുണ്ടോ അവിടെ? ഡം 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 ഡം. ആ എടാ മറ്റു സാധനം തോണ്ടേ കറങ്ങി അവിടെ എത്തി. ആ നൈസ്. ആ നേരെ കാണുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വരേണ്ട ഒരു സ്പോട്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ വന്ന സമയം ഒരുപാട് ദൂരമായിട്ട് തോന്നി. ഇപ്പൊ കറക്റ്റ് സ്പോട്ടിലെത്തിയാണ്. ആ നൈസ്. ഇതാണ് കേട്ടോ ഇവൻ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നൊരു ഹോട്ടല്. തായ്ലൻഡിൽ വന്നാലും ഇന്ത്യൻ ഫുഡ് കഴിക്കുള്ളൂ എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? എടാ ഇന്ത്യൻ ഫുഡ് മതിയോ? ഇന്ത്യൻ ഫുഡ് ആണ്, പക്ഷെ വിലയാണ്. 300-400 ഭാഗത്തൊക്കെ അത് ഒരെണ്ണം 240 ആയിരിക്കുമല്ലോ. വെജിന്. അതാ ഞാൻ പറഞ്ഞ ഇവിടുത്തെ ബർഗർ കിങ്ങിലോ വല്ലതും പോയി കഴിക്കാം. ബർഗർ ഷോപ്പിൽ പോകല്ലേ? ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ വരുമ്പം നമ്മൾ ഈ ഫുഡല്ലല്ലോ, നമ്മൾ ഇവിടുത്തെ ഫുഡല്ലേ കഴിക്കണ്ട. അതല്ലേ ഒരു രസം. ഈ കാറ് നോക്കി, ആ എസ്തെറ്റിക് ലുക്കിന് ചേർന്ന കാർ. കൂലീസ് ക്ലബ് ഹൈബ്രിഡ് നിസാന്റെ. ഈ കാർ എങ്ങനെയുണ്ട്? നൈസല്ലേ? ഈ ഒരു സാധനമാണ് കേട്ടോ ഇവിടെ എല്ലാരും വാങ്ങിക്കുന്ന സാധനം. ഈ മാംഗോ എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പൊ എല്ലാവരുടെ കയ്യിലുള്ള സാധനം ഇതാ. 120 ബാത്ത്, അതായത് 360 രൂപ. കുടിച്ചിട്ട് എങ്ങനെയുണ്ടോ പറ. പേ ചെയ്താ ലോക്ക് ചെയ്തിട്ട് ഫോട്ടോ ക്യാമറ നീ കുടിയടാ. ലോക്ക് ചെയ്തത്. ഫോട്ടോ അടിപൊളി. എനിക്ക് ഇതാണ് ഒറിജിനൽ സാധനം. നേരത്തെ കണ്ട ഒറിജിനൽ അല്ല. ഇത് ഒറിജിനൽ സാധനം. പോകാൻ വേണ്ടിട്ട് പോകുന്നേ. അടുത്ത് നമ്മൾ പോകാൻ വേണ്ടിട്ട് പോകുന്നത് ഇവിടെ ടെമ്പിളിലാണ് കേട്ടോ. ഇവിടെ ഒരു ഫുക്കറ്റിലൊരു ഫേമസ് ടെമ്പിളുണ്ട്. അതാ ഈ സൈഡിൽ കാണുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ആട്ടോ ഇത്. കണ്ടോ? അപ്പോൾ ഇതുവഴി കയറാം. യെസ്. എടാ ഇതല്ല അല്ലേ? ഇത് ക്ലോസ്ഡ് ആണ്, ആരും ഇല്ല. ഇതല്ല. നോ ഫോട്ടോഗ്രാഫി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എടാ ഇതല്ലല്ലോ, അതാണോ ഇത്? അറിയത്തില്ല. മറ്റേത് എന്നാ ടെമ്പിളാ? അത് ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല കേട്ടോ. അത് വേറെ ഏതോ ടെമ്പിളാ. ഇത് ബുദ്ധ ടെമ്പിളാ. അത് വേറെ ഏതോ ടെമ്പിളാ. ഞാൻ അവിടെ ആയിരിക്കും. എന്നാലും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പമ്പും ഫുക്കറ്റിന്റെ ദീപക് വാക്ക് വേ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ എന്തൊക്കെയോ ബാഗ് ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. കാണിച്ചു തരാം. നല്ല ഈവനിങ് ടൈമാണ്. വിശപ്പൊന്ന് അടങ്ങിയല്ലേ? വിശപ്പൊന്ന് അടങ്ങി, വെള്ളം കുടിച്ച്. ഇതിനകത്ത് ഇവിടെ ഇത് പപ്പായയോ? അയ്യോ അത് കൊള്ളായിരിക്കും കേട്ടോ. അടങ്ങിയില്ല. ഈ സാധനം കൊള്ളായിരിക്കും. ഇത് പാഷൻ ഫ്രൂട്ടിന്റെ. നമുക്ക് കുറച്ച് നടക്കുമ്പോൾ ഇതായിരിക്കും വാങ്ങിക്കാം.
ഇവിടെയൊക്കെ അങ്ങോട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഗയോസ ചിക്കൻ Was it chicken one? വൺ. Yes. And Yes. how for you? ഗയോസ ചിക്കൻ. ഒരെണ്ണം പോരെ? 4 പീസ്. Yeah, make it Yes. 4 പീസ്. One portion, right? Yeah. One portion. Yeah. You're a fan of Ganesh? Ganesh? നമ്മുടെ ചിക്കൻ സ്ട്രോബെറി ഫാൻ്റെ കഴിക്കാൻ പോവാ, കുടിക്കാൻ പോവാ. കുടിച്ചിട്ട് എങ്ങനെയാണ് സിറപ്പ് സിറപ്പ് ഇതന്നെ ടോണിക്കോ എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. എവിടുന്ന് മേടിച്ചേ? ചുമക്കുള്ള മരുന്ന്. ചുമക്കുള്ള മരുന്ന്. എനിക്ക് വേണ്ട, പനിയില്ല. ഇങ്ങനല്ലേ കുടിക്കുന്നില്ല. taste അറിയണ്ടേ? വേണ്ട, Taste ഉണ്ട്. അത് പണ്ട് കുടിച്ചിട്ടുള്ള. നീ കുടിയടാ. ഇത് ഇവിടുത്തെ ഭയങ്കര പോഷ് ഏരിയ ആണോ തോന്നുന്ന? ഓൾഡ് ക്രിക്കറ്റ് ആണ്. ലൈക്ക് നമ്മുടെ ഓൾഡ് മറ്റേ ഫോട്ടോ കൊച്ചിയിലെ വെച്ച് ഫോട്ടോ വെച്ച് ഫോട്ടോ വെച്ചു. ആ പൈനാപ്പിൾ ഇപ്പോഴായിരുന്നു കുടിക്കുന്നത്. പണ്ട് അമ്മ Pineapple പനിച്ച് കിടക്കുന്ന സമയത്ത് ഒരു വൃത്തികെട്ട ഒരു സാധനം ആ ചെറിയ ഇതിനകത്ത് ഇങ്ങനെ അളന്നുകൊണ്ട് തരും. ഓ അത് തന്നെ. അത് തന്നെ ഇത്. ഇതാണ് കേട്ടോ ചിക്കൻ ഗോയാക്ക് കൊള്ളാം. ഡംപ്ലിംഗ്. ഇതാണ് സാധനം. മൊമോസിന്റെ വേറൊരു മൊമോസിന്റെ ഡംപ്ലിംഗ് തന്നെ. ഇങ്ങനെയൊക്കെയല്ലേ ആൾക്കാരെ പറ്റുന്നത്? എടുക്കാം ബൈക്ക്. എനിക്ക് നടന്ന് നടന്ന് ഊപ്പാട് വന്നല്ലേ. അല്ല നമുക്ക് നാളെ വിളിക്കാട്ട് വിളിക്കുവാണെന്ന് Thank you. നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല ഫോട്ടോ എടുത്തരാം, ഞാൻ ഒരു ഫോട്ടോ കൂടെ എടുക്കാം. ഡൽഹിയിൽ പോയിട്ടുണ്ടോ? വെറുപ്പിക്കും നമ്മളെ, ഫോട്ടോ എടുത്തരാ. അതും ഏത് ക്യാനോന്റെ പഴയ ക്യാമലൊക്കെ അതിന് നന്നായിട്ട് ഞാൻ ഇതിനകത്ത് എടുക്കും. ഇവിടെ നല്ല വലുപ്പമുള്ള ബർഗർ കിട്ടും. 385 ബാർ. നമ്മള് വന്ന വണ്ടി 385. നമ്മള് വന്ന വണ്ടിയാ. എടാ 185 ഉണ്ട്. 185 അതിന്റെ ബാക്ക് ഉണ്ട് അറിയാം. റേറ്റിംഗ് ഉണ്ട്, കടയ്ക്ക് റേറ്റിംഗ് ഉണ്ട്. ആ കടയ്ക്ക് റേറ്റിംഗ് നല്ല ആ വണ്ടിയുള്ളത്. ഇതാ സ്പോൺസേർഡാ, ചുമ്മാണോ മേടി വരുന്നത്? ഇവിടെ അടുത്താ നോക്കാം. ബാ ബർഗർ അല്ലേ വേണ്ട, കൺഫേം അല്ലേ? നോക്കാം, വാ. ബർഗർ ഇതിനകത്ത് ഇപ്പൊ സത്യം പറഞ്ഞ എന്റെ വ്ളോഗിനകത്ത് ബർഗറും തിന്നുന്ന സംഭവങ്ങളും മാത്രമേ ഉള്ളൂ. അല്ലല്ല തിരിഞ്ഞു പോകണം. പൊറോട്ട പോട്ടെ. ഇവിടെ ഈ വ്ളോഗ് മൊത്തം തിന്നണത് മാത്രമേ ഉള്ളൂ. ആണോ? അതൊരു തിന്നുന്ന വ്ളോഗൊക്കെ. കാരണം ഇന്നലെ ഒന്നും തിന്നിട്ടില്ലല്ലോ, എനിക്ക് വിശക്കണുണ്ട് നല്ല പോലെ. വരൂ സുഹൃത്തേ. സെവനല്ലോ ഇവിടെ ഒരു സെവനുണ്ട്, അത് നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് കയറാം. അങ്ങനെ യാത്രകൾ തുടരുന്നു. എൻ്റെ കാലുകൾ എനിക്ക് എന്താ പറയാ കട്ട് ചെയ്ത് കളയാനുള്ള ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നടന്നു. ഇനി ഈ ഓൾഡ് ഫുക്കറ്റ് ടൗണിലെ ഞാൻ കാണാത്ത സ്ഥലമൊന്നുമില്ല. എത്ര മണിക്ക് വന്നോ നമ്മള്? 4 മണി തൊട്ട് 4 മണി തൊട്ട് 7 മണിയായി. 7 മണി 8 മണി വരെ ഒരു കടയിൽ നിന്ന് കയറി പുറത്തിറങ്ങിയപ്പോഴേക്ക് ഇരുട്ടായി. നടന്നെന്ന് പറഞ്ഞാൽ നമ്മള് മുക്കും മൂലയും കണ്ടല്ലേ. ഇത് മസ്റ്റ് വിസിറ്റ് സ്ഥലം. ഫസ്റ്റ് വിസിറ്റ് സ്ഥലം, വരുന്നവര് കാണേണ്ട സ്ഥലം. ഇവിടെയാണോ? ഇവിടെ ഏതോ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ, മാക്കോ എന്നത്. അപ്പോ ഇവിടെ ബർഗർ കിട്ടും. ഇവിടുത്തെ ട്രാഫിക്കും അതുപോലെ തന്നെ വണ്ടികളും ഒക്കെ ഭയങ്കര അടിപൊളി കേട്ടോ. അവര് എല്ലാം ഭയങ്കര സൈലന്റ് ആണ്, കാമാണ്, പേഷ്യൻസ് ആണ്. വണ്ടി ഓട്ടിക്കുമ്പോഴും 30-40 ഒക്കെ പിടിച്ചങ്ങ് പോകത്തുള്ളൂ. ഫോൺ അടിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായി.
അവര് നന്ദി പറയുന്ന കേട്ടോ, കാണിക്കുന്നുണ്ടോ പുള്ളിക്കാരി വണ്ടി നിർത്തി തന്നതിന് താങ്ക്സ് പറഞ്ഞതാണ്ട് ഇങ്ങനെ. ഹായ്. YouTube. Thank you. More people will come. Yes. Cheeseburger. Fatco. ഇത് ബീഫാണ്. Yeah. Huh? ബീഫാണോ? ഞാൻ cheese burger. ഇത് ബീഫാ. Beef or whatever. എടാ ഇത് ചീസ് ബീഫ് ബർഗർ. cheese ചീസ് beef. ചിക്കൻ ബർഗർ വിൽക്കാം. ബീഫ് മതി. നമ്മള് ബീഫോ കേരളക്കാർ. നമ്മളുടെ ഓ നല്ല കട കേട്ടോ. അകത്തോട്ട് നല്ല വിശാലമായ സ്പേസ് ഉണ്ട്. AC ഇല്ല. നൈസ്. വാട്ട് ഡു വി ഹാവ് ഹിയർ? നമ്മളങ്ങനെ അടുത്തൊരു ബർഗർ കഴിക്കാൻ കയറി കേട്ടോ. നാറ്റ്കോ എന്ന് പറയുന്നത് ഇതാണ് ആ ബർഗർ. നമ്മളുടെ ഒരു ഏകദേശം സെയിം പ്രൈസ്, സെയിം സാധനം. ഇത് ചിക്കനാണ് കേട്ടോ, അതും സെയിം വില. അവൻ എടുത്തത് ഭയങ്കര വിലയാണ്. എടാ ഇരട്ടി പൈസ കൊടുത്ത് ഒരു ബർഗർ വാങ്ങി. അതിന്റെ ഗുണം ഉണ്ടോടാ അത്? എങ്ങനുണ്ട്? യൂസ് ചെയ്യാം കണ്ടോ. പർച്ചേസ് ഒക്കെ കഴിഞ്ഞല്ലോ. എന്തൊക്കെ വയറ് നിറച്ചല്ലോ, പോക്കറ്റ് കാലിയായല്ലോ. അവൻ ടാക്സിക്കാരന്മാരൊക്കെ കൊണ്ട് നിർത്തും കേട്ടോ. വല്ല ഫെംബോയി ആണെങ്കിൽ പിടിച്ചോണ്ടൊക്കെ പോകും. ഇവിടെ ഒരു ഡെക്കാത്തലോൺ, KFC, മെക്ഡൊണാൾഡ്സ്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്ക് പോകട്ടോ. നമ്മുടെ കൊറോണ ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. ഇത് വരുന്നടാ. ഇത് തന്നെ കേറിക്കോ. എനിക്ക് വേണ്ട, പോട്ട് പോകാൻ പറ. 245. 206. How much you want? More 200. 400. No. 400 മറ്റേ വലിയ വണ്ടി വരും. ഞാനിത് തായ് ഗവൺമെന്റിന് അയച്ചു കൊടുക്കൂടാ. അടുത്ത വണ്ടി വിളിക്കാം. ഇനി ഞാൻ എടുക്കട്ടെ. 140. ഇന്ന് മിക്കവാറും ഇവിടെ കടത്തുന്നതിൽ കിടക്കേണ്ടി വരും. വെച്ചോണ്ടല്ല, കൈ ഇങ്ങനെ ആക്കിയാൽ മതി, വേവ് ചെയ്താൽ മതി. ഇവിടെ തുറക്കണ എന്നിട്ട് എല്ലാം പഠിച്ചില്ല. ഇത് 3 ദിവസമായി. നമ്മളപ്പോൾ ഇന്ന് രാവിലെ കുറ്റിയാലിലോട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങി നിൽക്കും ഉറക്കത്തിലേക്ക്. നമ്മൾ 7 മണി അടുപ്പിച്ചായി. അപ്പോൾ ഇവിടെ ഇറങ്ങി വന്ന സമയത്താണ് ഇവിടെ റെന്റിന് കൊടുത്ത് ഞാൻ ഇട്ടേക്കുന്ന വണ്ടികളുണ്ട് കേട്ടോ. ഇതൊരു R1, അതൊരു CB ഇരിപ്പുണ്ട് അവിടെ. അപ്പുറത്ത് ഒരു R6 ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ MT1000. അതൊക്കെ എങ്ങനെയാ പറയുന്നവരോട്? അവർ പറയുന്നത് അവരുടെ ഭാഷ പറഞ്ഞോണ്ടിരിക്കും. ഇനിയിപ്പോ നമ്മള് വാൻ വരും കേട്ടോ. വാൻ വന്നിട്ട് അതിലായിരിക്കും പോകുന്നത്.
छोकराओं नहीं लेती है वो। ഇവിടെ നിന്നാണ് കേട്ടോ ബോട്ടിലോട്ട് കയറുന്നത്. സ്പീഡ് ബോട്ടാണെന്നാ പറഞ്ഞ് നോക്കാം. സൺസ്ക്രീൻ അയ്യോ ഞാൻ എടുത്തില്ലേ നോക്കട്ടെ. ഞാൻ തേച്ചു രാവിലെ. ഞാൻ എടുത്തു ബാക്കി കാണും. ഉണ്ട് വേണം. Hello. Where are you from? From ഇന്ത്യ. Mumbai. Màเลยครับมาครับเลย എന്റെ ദൈവമേ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. പേരെഴുതിയായിരുന്നു അനിത്തെ പേരെഴുതിയായിരുന്നു എനിക്ക് പേരെഴുതിയായിരുന്നു. Mr. Abhilash, 2 person. Okay, Mrs. Supriya, totally 12. Yes. Totally 12, right? Yes, yes. Yes. Everybody, please come back to the board. 11:10. Okay, 11:10.